ഇപ്പൊ ഈ സ്റ്റോറി ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു വഴിപോക്കൻ നിന്ന് കാണുന്ന പോലെ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പേരിങ്ങനെ കൊടുത്തതെന്ന് പറഞ്ഞത്. അപ്പം എന്താണോ റിയൽ റീസൺ, പക്ഷെ ഈ പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാർക്ക് അത്ര സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്ര വലിയൊരു പാഷനാണ്. അപ്പൊ ഇപ്പോൾ അത്ര ഒരു ന്യൂ കമറിന് പോലും കിട്ടുന്ന റെസ്പോൺസ് അങ്ങനെയാണ്. ഇപ്പം മലയാളത്തിൽ അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര സീനിയർ ആയാലല്ലേ കിട്ടും. അപ്പൊ അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഫോർച്ചുനേറ്റ് ആയിട്ട് തോന്നി. ഇതിന് എപ്പോഴെങ്കിലും കിട്ടും. അപ്പൊ ഞാൻ വെച്ചു അത് റീലാക്കാം. ഞാൻ പഠിച്ചു എനിക്ക് ആദ്യത്തെ ഷൂട്ടിന് എന്നുവെച്ചാൽ ഞങ്ങൾ ആദ്യം പോയി ലുക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തു. നെക്സ്റ്റ് ഡേ ആണ് ഷൂട്ട്. പഠിച്ച് എനിക്ക് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഛർദി, ടെൻഷൻ അടിച്ചിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ RGV സാറിന്റെ മൂവി അല്ലേ, അപ്പം സാർ എങ്ങനെയായിരിക്കും ഇനിയിപ്പോ ഗെറ്റ് ഔട്ട് എന്നാലും പറഞ്ഞാലോ ഡയലോഗൊക്കെ തെറ്റും. നമ്മൾ ഉള്ളിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു സർപ്പക്കാവൊക്കെ ഉണ്ട്. സർപ്പക്കാവ് എന്ന് പറയുമ്പോൾ പാമ്പിനെ കാണല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയത്. പാമ്പിനെ പേടിയാ. അപ്പൊ പാമ്പ് കണ്ടു ഞങ്ങള്. എന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരൊക്കെ പോയി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. എന്നിട്ട് പൊക്കോ നിക്ക് എന്നൊക്കെ പറഞ്ഞു വിടുക. അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്കും പാമ്പിനെ കണ്ടു. അന്ന് ശരിക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ പാമ്പ, മറ്റേ ഇങ്ങനെ ലെവൽ ക്രോസിംഗ് ഒക്കെ പോലെ പാമ്പുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓഗസ്റ്റ് 9 റിലീസാവുന്ന ഓർമ്മചിത്രം എന്ന സിനിമയിലെ നായികയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മാനസ രാധാകൃഷ്ണൻ. എനിക്ക് വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇപ്പോൾ ഓഗസ്റ്റ് 9 ഓർമ്മചിത്രം റിലീസാവാൻ പോവാണ്. അപ്പൊ അതിന്റെ സന്തോഷമുണ്ട്. ലാസ്റ്റ് മൂവി വ്യൂഹായിരുന്നു. അതെ, രാം ഗോപാൽ വർമ്മയുടെ ഒപ്പം പിന്നെ നമ്മുടെ അജ്മലിക്ക അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? അത് എന്താ, എനിക്ക് ലൈഫിൽ എപ്പോഴും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം RGV സാറിന്റെ ഇത്രയും വലിയൊരു ഡയറക്ടറുടെ ഒരു മൂവിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ള സന്തോഷമുണ്ട്. പിന്നെ അതിപ്പോ AP CM ആയിരുന്ന ജഗൻമോഹൻ റെഡ്ഡിയുടെ സ്റ്റോറി ആയിരുന്നു. അപ്പോൾ സാറിന്റെ ടീമും ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി സാറിന്റെ വൈഫിന്റെ, അതായത് ഭാരതി മാമിന്റെ ലുക്കുള്ള ആൾക്കാരെ ഇങ്ങനെ നോക്കി നടക്കണം. അപ്പോഴാണ് എൻ്റെ ആദ്യം ചെയ്ത ഹൈവേ എന്നുള്ള മൂവി. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അവര് എന്റെ കെയിം അക്രോസ് മൈ പിക്ചേഴ്സ്. അങ്ങനെ അപ്പൊ സാർ നല്ലൊരു ഫെമിലിയാരിറ്റി തോന്നി. അങ്ങനെ എനിക്ക് കോൾ വരുന്നത്. പക്ഷെ സാറിന്റെ ടീമിൽ നിന്ന് മെസ്സേജ് അയക്കുമ്പോഴൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് അവരായിരിക്കും. ഞാനിത് ആരോ എന്നെ പറ്റിക്കാൻ വേണ്ടി ചുമ്മാ പറയാന്ന് വിചാരിച്ചു. ഏത് നാട്ടിൽ പോയാലും റീൽസ് കാണാം, അത് പറയാൻ. ഞങ്ങള് തിയേറ്റർ വിസിറ്റിന് പോയപ്പോൾ ഉള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കാരണം എന്നുവെച്ചാൽ അവിടുത്തെ ആൾക്കാർക്ക് അത്ര സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്ര വലിയൊരു പാഷനാ. അപ്പൊ ഇപ്പൊ അത്ര ഒരു ന്യൂ കമറിന് പോലും കിട്ടുന്ന റെസ്പോൺസ് അങ്ങനെയാ. ഇപ്പൊ മലയാളത്തിൽ അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര സീനിയർ ആയാലല്ലേ കിട്ടും. അപ്പൊ അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഫോർച്ചുനേറ്റ് ആയിട്ട് തോന്നി. ഇതിന് എപ്പോഴെങ്കിലും കിട്ടും. അപ്പൊ ഞാൻ വെച്ചു അത് റീലാക്കാം. സെറ്റിൽ വെച്ചിട്ടായിരുന്നു എന്റെ ബർത്ത്ഡേ കഴിഞ്ഞ വർഷം. അപ്പൊ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഞാൻ ആരും മൈൻഡ് ചെയ്യില്ല. ഞാനും ഇങ്ങനെ വിചാരിച്ച ഇപ്പൊ വന്നപ്പോ തന്നെ ഇങ്ങനെ കുറച്ച് പേരൊക്കെ വിഷ് ചെയ്തൊക്കെ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിക്കുന്നില്ല കേക്കൊക്കെ ഒന്നും കട്ട് ചെയ്യില്ലായിരിക്കും, വിഷ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഇപ്പൊ ഉച്ചയ്ക്കായപ്പോ ആരെയും കാണാനില്ല. അപ്പൊ എല്ലാരും മുങ്ങി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ സാർ ഇങ്ങനെ താഴേക്ക് വരാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോ എല്ലാരും കേക്ക് കഴിട്ട് നിൽക്കും. ഭയങ്കര സന്തോഷമായി എനിക്ക്. മൊത്തത്തിൽ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് അഭിനയിച്ചപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തില് ലാംഗ്വേജ് നല്ല എന്ന് വെച്ചാൽ എനിക്ക് തെലുഗു അങ്ങനെ അറിയില്ല. ഇപ്പം തെലുഗു സിനിമ കാണുന്നതായാലും അതൊന്നെങ്കിൽ ഹിന്ദിയിൽ ഡബ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ മലയാളത്തിലായിരിക്കും. അപ്പൊ ആ ലാംഗ്വേജ് എനിക്ക് തീരെ കേട്ട് പരിചയമില്ല. ഓഫ് കോഴ്സ് നമുക്ക് മഗധീരയും ബാഹുബലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മളെപ്പോഴും അതിന്റെ വേറെ വേർഷൻസ് ഒക്കെ അല്ലേ കാണുന്നത്. അവിടെ ചെന്നിട്ട് അവരിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും, അതായത് തിംഗ്ലീഷിൽ തരും. ടെംഗ്ലീഷ് ഇങ്ങനെ തെലുഗു വേർഡ്സ് ഇങ്ങനെ ഇംഗ്ലീഷിൽ അങ്ങനെ തരും. അപ്പൊ ഞാൻ എന്നിട്ട് വോയിസ് നോട്ട് അയച്ചു തരും എനിക്ക് ഇതിന്റെ പ്രൊണൗൺസിയേഷൻ, പിന്നെ അതിന്റെ മീനിങ്ങും ഉണ്ടാവും. അപ്പൊ റൂമിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് വേണ്ടി എക്സാമിനൊക്കെ ഇരുന്ന് പഠിക്കുന്ന പോലെ ഞാൻ പഠിക്കും. ഷോർട്ട് ആവുന്നതിന് കുറച്ച് അങ്ങനെയൊന്നുമില്ല. ഞാൻ പഠിച്ചു എനിക്ക് ആദ്യത്തെ ഷൂട്ടിന്റെ എന്നുവെച്ചാൽ ഞങ്ങൾ ആദ്യം പോയി ലുക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തു. നെക്സ്റ്റ് ഡേ ആണ് ഷൂട്ട്. പഠിച്ച് എനിക്ക് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഛർദി, ടെൻഷൻ അടിച്ചിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ RGV സാറിന്റെ
മൂവി അല്ലേ, അപ്പം സാർ എങ്ങനെയായിരിക്കും ഇനിയിപ്പൊ ഗെറ്റ് ഔട്ട് എന്നാലും പറഞ്ഞാലോ ഡയലോഗ് തെറ്റുമ്പോ സാറ് പക്ഷെ എന്താ ഇല്ല ഇല്ല പറയിപ്പിച്ചില്ല. പക്ഷെ സാർ ആക്ടേഴ്സിനോട് അങ്ങനെ ഒരിക്കലും പറയില്ല. ടീമിൽ ആരെടുത്തെങ്കിലും പറഞ്ഞാല് സാറ് ഭയങ്കര എനർജറ്റിക്കാ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്ര എനർജി. സാർ അങ്ങനെ ഇരിക്കില്ല. സാർ ഇങ്ങനെ സെറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, ആലോചിക്കുമ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ 3-4 സ്ക്രീൻ ഉണ്ടാവും സാറിന്റെ മുമ്പിൽ. അപ്പോൾ ഏതില്ല നമ്മളിപ്പോൾ ബാക്കിലിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കും ഇതിനകത്ത് ഏതാ നോക്കേണ്ടതെന്ന്. സാറ് പിൻ പോയിന്റ് ചെയ്ത് കറക്റ്റ് പറയും, ഇവിടുത്തത് ശരിയല്ല, അവിടുത്തെ ഈ ആംഗിളിലുള്ളതിൽ അവിടെ പോയി. അപ്പം ഭയങ്കര ഒരു എക്സ്പീരിയൻസാ. അപ്പോൾ സാറിന്റെ ഈ വേ ഓഫ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് കാണാൻ ഭയങ്കര. അപ്പൊ നമുക്ക് എന്താ ഷോട്ട് ചെയ്യാത്ത സമയത്ത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ പോയിരുന്ന് ഇത് കാണുന്നത് അതിനെക്കാട്ടിലും എന്റർടൈനിങ് ആണ്. ഇതെങ്ങനെയാ ഇതെല്ലാം ക്യൂറേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ കാണാൻ. എങ്ങനെയുണ്ട് നമ്മുടെ മലയാള സിനിമയും അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഒരേപോലെയാണോ തോന്നിയത് അതോ വ്യത്യാസമുണ്ടോ? എനിക്കിപ്പോ അവിടെ അജ്മലിക്ക് ഉണ്ടായിരുന്നോണ്ട് കുറച്ചൊരു മലയാളം എന്ന് വെച്ചാൽ എൻറ്റയർലി ന്യൂ ആയിട്ട് തോന്നിയില്ല. ബട്ട് ദെൻ ഓഫ് കോഴ്സ് അവരുടെ വേ ഓഫ് ഷൂട്ടിങ് വേറെയാണ്, സെറ്റിലെ ആൾക്കാർ എന്ന് വെച്ചാൽ അവർ എല്ലാരും. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇപ്പൊ മലയാളത്തിൽ വരുമ്പോൾ നമുക്ക് എന്താ തിരിച്ച് വീട്ടിൽ വന്ന് കയറുന്നൊരു സുഖം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സുഖം. അപ്പൊ നമുക്ക് എന്തായാലും ഓർമ്മ ചിത്രത്തിലേക്ക് തന്നെ വരാം. എങ്ങനെയാണ് ഈ ഒരു കഥയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ ക്യാരക്ടർ എന്ന് വെച്ചാൽ എന്നോട് സ്റ്റോറി പറയുമ്പോൾ ഇപ്പൊ ഹരിചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറുടെ ആ ഒരു എന്താ പറയുന്ന പുള്ളിക്കാരനെ അണ്ടർഗോ ചെയ്യുന്ന കുറെ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. എന്ന് വെച്ചാൽ ഒരു കോളേജ് സ്റ്റുഡൻറ്റിന്ന് ട്രാൻസ്ഫോം ചെയ്ത് കുറെ ഇൻസിഡൻസ് വരുന്നത് കാരണം ആ മെന്റലി അയാൾ അണ്ടർഗോ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ശരിക്കും മൂവി എന്നുവെച്ചാൽ അതില് ഒരു ലവ് പോർഷൻ വരുന്നുണ്ട്. അപ്പൊ അതിനും പ്രോമിനൻസ് ഉണ്ട്, കാരണം പിന്നെ വരാൻ പോകുന്ന ഇവന്റ്സ് ഒക്കെ കുറെ ഇതിലും ബേസ്ഡ് ആണ്. അപ്പൊ അങ്ങനെ ആ മൊത്തത്തിൽ എനിക്ക് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയായിരുന്നു. ഇപ്പൊ എന്താ നമ്മുടെ സെറ്റ് അങ്ങനെ ഭയങ്കര ഗ്രാൻഡ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വലിയ സെറ്റ് അല്ല. അപ്പൊ ഒരു ചെറിയ സെറ്റ് ആകുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരെയും അറിയാം, നമ്മൾ എല്ലാവരുമായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യും. മറ്റേതാണെങ്കിൽ ഷോട്ട് കഴിഞ്ഞു ഇനിയിപ്പോ എല്ലാവരും പോയി കാരവനിലിരിക്കും. അങ്ങനത്തെ ഒരു എന്ന് വെച്ചാൽ കുറെ കൂടെ ഇവിടെ ഇന്ററാക്ട് ചെയ്യാനും മിങ്കിൾ ചെയ്യാനും ഒക്കെ കുറെ ചാൻസസ് ഉണ്ടായിരുന്നു. ഹരിചേട്ടൻ ഭയങ്കര അറിയായിരിക്കുമല്ലോ, ഭയങ്കര കോമഡിയാണ് ഏത് നേരവും. സീരിയസ് സീൻ ചെയ്യുമ്പോഴായാലും അതിന്റെ ഒരു പാരലൽ ട്രാക്ക് ആയിട്ട് ഒരു കോമഡി ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ഹരിചേട്ടന്റെയോ അതെന്റെയോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫേസ് അതാ ഞാൻ പറഞ്ഞു കുറെ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ ആണ് സ്റ്റോറി. അപ്പൊ ഞങ്ങളുടേത് കോളേജ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അതിന്റെ ടുവേർഡ്സ് ദി എൻഡ് ആണ് കാര്യങ്ങളൊക്കെ സീരിയസ് ആവുന്നത്. അപ്പൊ ആദ്യത്തെ ആ സീൻ എടുത്തതും സോങ്ങും ഒക്കെ രസകരം. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഓരോ ട്രാൻസിഷനും തീരുമ്പോഴാണ്, ഓരോ പോർഷൻ തീരുമ്പോഴാണല്ലോ അടുത്ത ട്രാൻസിഷൻ കഴിഞ്ഞത്. ഇല്ല. അപ്പൊ സിനിമാ നടി ആവാൻ ഭയങ്കര ആഗ്രഹമായിട്ട് സിനിമയിലേക്ക് വന്നതാണ്. ഞാൻ ചെറുതിലെ എന്താ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ അന്ന് സിനിമ അന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് ചെറുതിലെ മുതലേ ഇങ്ങനെ ഈ എന്താ കട്ടില് എന്താ മറ്റേ ഈ അവാർഡ് ഷോ ഒക്കെ കാണുമ്പോ അതിന്റെ പാരലായിട്ട് നമ്മുടെ ഒരു സാധനം ചെയ്യുക, അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിങ്ങനെ ഒരു പ്രൊഫഷൻ ആക്കാൻ പറ്റും അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനത്തെ ഒരു സൈഡ് അങ്ങനെയൊന്നും അറിയില്ല. ചെയ്യാൻ ഇഷ്ടമാണ് കാണുമ്പോൾ. അപ്പൊ ചെറുതിലെ വന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ. പിന്നീട് എങ്ങനെയാണ് ഒരു ഇതിനകത്തേക്ക് തന്നെ ആവണം അല്ലെങ്കിൽ നടി ആവണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോഴാണ്? ആഗ്രഹം എപ്പോഴും ഉണ്ട്, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പൊ ഓരോ പടം കഴിയുമ്പോഴും അടുത്ത പടം എന്നൊരു അതെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് ആർക്കും ഫോർ എവർ അല്ല, വന്നാലേ പറ്റും. ഇഷ്ടം ഓഫ് കോഴ്സ്. അപ്പൊ ഒരു കഥ കേട്ട് കഴിയുമ്പോൾ ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലതിപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഉടനെ ഒരു ഐഡിയ കിട്ടുമല്ലേ ഇവരിങ്ങനെ ആയിരിക്കും. പക്ഷെ ചിലത് നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ കുറേ വീഡിയോസൊക്കെ എന്തെങ്കിലും കാണേണ്ടി വരും. ഇല്ലെങ്കിൽ ഡയറക്ടറിനോടും റൈറ്ററിനോടും തന്നെ ചോദിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ കൂടുതൽ അവരുടെ കയ്യിൽ നിന്ന് ഇൻപുട്സ് എടുക്കാൻ നോക്കാറ്. കാരണം ഞാൻ ചിന്തിച്ച് ഇനി ആള് വേറെ ആയി പോയാലോ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് വെച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ കുറെ സെർച്ച് ചെയ്യും ഇങ്ങനത്തെ വീഡിയോസും അതൊക്കെ. ഡയറക്ടർ ഇല്ലാതെ ഒരു സിനിമ നടക്കില്ല. ഡയറക്ടർ ഉണ്ട്, പക്ഷെ
പുള്ളി എന്താ ഇപ്പൊ തൽക്കാലം റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? സിനിമയുടെ വിജയപരാജയങ്ങൾ പേടിച്ചിട്ടാണോ, പ്രൊമോഷണൽ സ്ട്രാറ്റജി ആണോ? അപ്പൊ ഓഫ് കോഴ്സ് ഞങ്ങൾ ഇത് ചോദിച്ചു, എന്താ പേര് വെക്കാത്ത, എന്താ മടിയാണോ ചേട്ടൻ, എന്താ പേര് വെക്കാണോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞ എന്താന്ന് വെച്ചാ, ഇപ്പൊ ഈ സ്റ്റോറി ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു വഴിപോക്കൻ നിന്ന് കാണുന്ന പോലെ ഇത് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പേരിങ്ങനെ കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പം എന്താണോ റിയൽ റീസൺ, പക്ഷെ ഈ പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാ ഒരു തേർഡ് പേഴ്സൺ വ്യൂ എന്നൊരു കഥ കാണുക. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരാളുടെ ഒരു കാര്യം നടക്കുക, അങ്ങനെയെങ്കിൽ ഇപ്പം ഞാൻ അത് കണ്ടിട്ട് ഇവിടെ വന്ന് പറയുമ്പോൾ എങ്ങനെയിരിക്കും, അങ്ങനത്തെ ഒരു ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ആ രീതിയിൽ കൊടുത്തും അങ്ങനത്തെ ഒരു തോട്ട് കൊള്ളാലോ. റിലീസിന് ശേഷം വരുന്നതാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. അതെ, ഇന്റലിജൻസ് റിപ്പോർട്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ വഴിപോക്കെന്നാണ് നിങ്ങൾ പോസ്റ്ററൊക്കെ ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഇറക്കിയത്. അപ്പൊ അതിനിടയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആൻഡ് ഫീഡ്ബാക്സ് ഒക്കെ വരാറുണ്ട്. അതൊക്കെ കണ്ടപ്പോ എന്താണ് തോന്നിയത്? മാനസിക പേഴ്സണലി അങ്ങനെ നെഗറ്റീവ് കമന്റ്സും ഫീഡ്ബാക്സ് ഒക്കെ വരാറുണ്ട്? ഇപ്പൊ ഞാൻ ഈ വ്യൂഹം ചെയ്യുന്നതിന് മുമ്പേ കുറെ അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ പിന്നെ അത് എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റി വന്നു. നമ്മളിപ്പോ ഒരു നല്ല കമന്റ് കണ്ട് സന്തോഷിക്കുന്ന പോലെ അവർക്ക് രണ്ടും പറയാനുള്ള ഫ്രീഡം ഉണ്ടാവണമല്ലോ. അപ്പൊ ഇപ്പൊ എനിക്കിഷ്ടമല്ലാത്തത് ഞാൻ അത് കൂടുതൽ 10 പ്രാവശ്യം വായിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ എടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാനൊരു ഫംഗ്ഷൻ ഒരു ഡ്രസ്സ് ഇട്ടുണ്ടോ, ഇപ്പൊ അതിനെപ്പറ്റി പറയുന്ന കാര്യം ഞാൻ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു, അങ്ങനെ ഞാൻ എടുക്കാറുള്ളൂ. അല്ലാതെ ഇപ്പൊ ഈ പടത്തിലെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നോക്കും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരാൻ കാരണം. അതിൽ പറഞ്ഞതിൽ കാര്യം ഉണ്ടായിരിക്കും. ഇപ്പൊ ഭയങ്കര അടിപൊളിയായിരിക്കുന്ന ഒരു സാധനത്തിന് കൊള്ളില്ല എന്ന് പറയേണ്ട ആവശ്യം ഇല്ലല്ലോ. അപ്പൊ അതിലെന്തെങ്കിലും എന്റെ കുഴപ്പമുണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ പോയി നോക്കാറുണ്ട്. എന്താണ് ഈ സിനിമയിൽ നേരിട്ട് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരുന്നു? ഇതിലിപ്പോ എന്റെ ക്യാരക്ടർ അങ്ങനെ ഞാൻ ചെയ്യാത്ത ക്യാരക്ടർ ഒന്നും അല്ല. എന്താ നമുക്ക് പരിചയമുള്ള ഒരാള് തന്നെയാ. ചാലഞ്ച് ഇത് നമ്മൾ ഉള്ളിലാ ഷൂട്ട് ചെയ്ത്. അപ്പൊ അവിടെ ഒരു സപ്പക്കാവൊക്കെ ഉണ്ട്. സപ്പക്കാവെന്ന് പറയുമ്പോ പാമ്പിനെ കാണല്ലേ എന്ന് പ്രാർത്ഥിച്ച ഞങ്ങള് പോയത്. പാമ്പിനെ പേടിയാ. അപ്പൊ പാമ്പ് കണ്ടു ഞങ്ങള്. എന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരൊക്കെ പോയി, ഞങ്ങള് മാത്രമേ ഉള്ളൂ അവിടെ. എന്നിട്ട് പൊക്കോ നിക്കുന്നൊക്കെ പറഞ്ഞു വിടുക. അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്കും പാമ്പിനെ കണ്ടു. അന്ന് ശരിക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ പാമ്പ, മറ്റേ ഇങ്ങനെ ലെവൽ ക്രോസിംഗ് ഒക്കെ പോലെ പാമ്പുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലാതെ ഞാൻ കുന്നിന്റെ മുകളില് ലീച്ചിന്റെ ഇടയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും പാമ്പെന്നൊരു തോട്ട് വന്നിട്ടില്ല. പക്ഷെ സപ്പക്കാവെന്ന് പറയുമ്പോ പിന്നെ അതെനിക്ക് ഭയങ്കര പേടിയായി. ഇപ്പം ഷൂട്ടിന്റെ ലൊക്കേഷനൊക്കെ എനിക്കൊന്ന് അവരുടെ മേജർ പോർഷൻസ് എല്ലാം കോഴിക്കോടിലായിരുന്നു. ഞങ്ങൾ പോയത് വയനാട്ടിലായിരുന്നു. ഇത് ഓഫ് കോഴ്സ് നമുക്കൊരു ഫാമിലി എന്റർടൈനർ എന്ന് തന്നെ പറയാം. കാരണം ഉറപ്പായിട്ട് നമുക്ക് എന്താ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് കൂട്ടി പോകാൻ പറ്റിയൊരു മൂവിയാണ്. എനിക്കൊന്ന് ഇപ്പൊ എൻ്റെ മമ്മയ്ക്കായാലും അമ്മാമ്മയ്ക്കായാലും അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞു അങ്ങനെ ഈ പറഞ്ഞ ഒരു കോളേജിലെ ഒരു ലവ് ട്രാക്ക് ഉണ്ട്. കോളേജിൽ ഇവര് കണ്ടുമുട്ടുന്നതും പിന്നെന്താ പറയാ, അങ്ങനത്തെ ചില തരികിട പരിപാടിയല്ല, ക്ലാസ് കെട്ടി അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ. ഓഫ് കോഴ്സ് ഞാൻ കുസൃതി ചോദ്യത്തില് എപ്പോഴും വരുന്നു പക്ഷേ ഒരിക്കലും എത്തുന്നില്ല, എന്താണത്? എപ്പോഴും വരുന്നു പക്ഷെ ഒരിക്കലും എത്തുന്നില്ല. വേവ് ആണോ? അല്ല, അത് എത്തൂലോ, നമ്മളിവിടെ നിൽക്കുന്ന അവിടേക്ക് എത്തില്ലേ. വേവ് ആണെങ്കിലും എപ്പോഴും വരുന്നു ഒരിക്കലും എത്തുന്നില്ല. സ്വിഗ്ഗി കിട്ടാറില്ലേ? വരാൻ വൈകാറില്ല, എനിക്കറിയില്ല. പറഞ്ഞു തോറ്റു. നാളെ എപ്പോഴും നാളെ ഉണ്ടല്ലോ. ഇത് ഞാൻ വേറെ ചോദിക്കും ഇനി പോയിട്ട്. ഇവിടുന്ന് പിടിച്ച് വേറെ. പല്ലുണ്ട് പക്ഷെ കടിക്കില്ല,
എന്താണ്? മുല്ലപ്പൂ. അല്ല, മുല്ലപ്പൂ പല്ല് പോലെ അല്ല. അല്ല അല്ല, പല്ല് ശരിക്കും പല്ല് പോലെ. പല്ലുണ്ട് പക്ഷെ കടിക്കില്ല. ചീപ്പ് അല്ലേ? കാണിച്ചത് മനസ്സിലായത്? ഇല്ല ഇല്ല ഇല്ല, ഞാൻ പല്ലുള്ള ബ്രഷ് അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കും. ബ്രഷ് ആയിരിക്കില്ല. അപ്പം ഓ, അപ്പൊ ബുദ്ധിയുണ്ട്. അറിയില്ല എന്ന് പറഞ്ഞല്ലേ പറ്റിച്ചതാ ഞാൻ. അടുത്ത് ചോദിക്കട്ടെ. എല്ലാവർക്കും ഉള്ളതും എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായത് ഒന്നെന്താണ്? പേര് അല്ലേ? എങ്ങനെ അറിയാം? അറിയാം. കേട്ടിട്ടുണ്ട്? ഇല്ല, കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോ. ഓക്കെ, അടുത്ത് ചോദിക്കട്ടെ. ഒരു സാധനം നമ്മൾ പൊട്ടുന്നത് നോക്കിയേ വാങ്ങും, എന്താണ്? തേങ്ങ. തേങ്ങയോ? പൊട്ടുന്നത് നോക്കിയല്ലേ തേങ്ങ വാങ്ങ അല്ലേ? പടക്കം 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 പടക്കം. ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ ഇത്ര ആണോ? ഞാൻ ടങ് ട്വിസ്റ്റേഴ്സില് കുറച്ച് നല്ലതാ. പക്ഷെ പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ആരും കാണാതെ രഹസ്യമായി ചെയ്യുന്നത് വോട്ടിംഗ്. ഞാൻ പറഞ്ഞില്ലേ? ഓ മൈ ഗോഡ്, ഇതിപ്പോ ഞാൻ പറ്റല്ലോ. അടുത്ത പോരട്ടെ. സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന വസ്തു. സ്ഥാനം മന്ത്രി അല്ല, ആണോ? സ്ഥാനം മാറുമ്പോ ഒരു ക്ലൂ തരും. ക്ലൂ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. അഡ്രസ് അല്ല. അല്ല, അത് സ്ഥാനം മാറി. വീട്ടുപേര് അല്ല. ആധാർ കാർഡ്. സ്ഥാനം മാറുമ്പോ വിസിറ്റിംഗ് കാർഡ്. ഒരു എന്താ പറയാ, അത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അതാണ് ഞാൻ പറയാം. സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന വസ്തു. അറിഞ്ഞൂടാ. ഒരു ക്ലൂ തരട്ടെ? ഹ്യൂമൻ ബോഡിയിലുണ്ട്. ഹൃദയം. ഹൃദയം സ്ഥാനം മാറുമ്പോ എന്താ പേര് വേറെ? എനിക്ക് അറിഞ്ഞൂടാ. തോറ്റില്ലേ? തോപ്പിച്ചിരിക്കുന്നു ഗൈസ്. ഒരെണ്ണാണ്. അല്ല, ആയിട്ടും രണ്ടെണ്ണം. പറയട്ടെ. മുടി, രോമം, താടി. ഓ ശരി. അത് കൊള്ളാം. എങ്കിലും ഗൈസ് നമ്മളെ തോപ്പിച്ചു. ആദ്യമായിട്ടാണ് ഒരാൾ ഇത്ര പെട്ടെന്ന് തോപ്പിക്കുന്നത് തന്നെ. അതെ, ഈ രണ്ടെണ്ണം ഞാൻ ഇനി പോയിട്ട് ബാക്കിയുള്ളവരോട് ചോദിക്കും. ആയിക്കോട്ടെ. അപ്പൊ ഓക്കെ, അപ്പൊ സിനിമയിൽ വന്നിട്ട് ഒരുപാട് വർഷമായല്ലോ. ചെറുപ്പത്തോട്ട് വന്നാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളിപ്പോ 2 ദിവസമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് നമ്മുടെ ആസിഫ് അലി ഖാനെ അപമാനിച്ചെന്നുള്ള രീതിയിലുള്ള സംഭവം. അത് കേട്ടപ്പോ എന്താണ് തോന്നിയത്? ഞാൻ ശരിക്കും ആദ്യമായിട്ടൊരു ലീഡായിട്ട് ചെയ്യുന്ന ആസിഫിക്കയുടെ ഒപ്പമാണ് കാറ്റിൽ. അപ്പോൾ എന്താ, നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളെയും കൂടെ ആകുമ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്താ പറയാ, പക്ഷെ എനിക്ക് തോന്നുന്നു ആസിഫിക്ക നല്ലോണം. ഇല്ല അല്ല, അതെന്താ എന്നുവെച്ചാ അത് പുള്ളി ഡീൽ ചെയ്തത് ഭയങ്കര രസമല്ല ആസിഫിക്ക. ഒട്ടും കാര്യമാക്കാതെ. അതെനിക്ക് തോന്നുന്നു നമുക്കൊരു നല്ല എക്സാമ്പിളാ. അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഇത്രയും ഒരു പബ്ലിക് പ്ലേസിൽ അങ്ങനെ നടന്നപ്പോ പോലും അതിനെ നല്ലതായിട്ട് ഹാൻഡിൽ ചെയ്തു. ഞാൻ എന്താ എന്താണ് നമ്മുടെ ഈ മലയാള സിനിമയിൽ ഹൈറാർക്കി കണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് തോന്നുന്നത്? സീനിയർ ആക്ടേഴ്സും ജൂനിയർ ആക്ടേഴ്സും തമ്മിലുള്ള ഒരു വേർതിരിവ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറവ് മലയാളത്തിലായിരിക്കും അങ്ങനത്തെ ഒരു അല്ലേ, ഒരു എന്താ പറയാ, ഒരു ഡിസ്റ്റിങ്ഷൻ. എന്നിട്ടും ഇതെന്ത് എങ്ങനെ സംഭവിച്ചു എന്ന് ചിലപ്പോ ആ സമയത്ത് ഒരു മൂഡായിരിക്കും. അങ്ങനെ എപ്പോഴെങ്കിലും അനുഭവം വന്നിട്ടുണ്ടോ? എനിക്കോ? എനിക്കറിയില്ല, എനിക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തോണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോ. നമ്മളത്ര അതെ. അപ്പൊ സിനിമയെ പറ്റി എന്താണ് കൂടുതൽ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? കൂടുതൽ എനിക്ക് തോന്നുന്നത് ഫാമിലി ആയിട്ട് പോകുമ്പോഴായിരിക്കും ഇത് കുറച്ചും കൂടെ എന്താ പറയാ എന്റർടൈൻഡ് ആവാൻ പറ്റുകയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ എല്ലാവർക്കും കൂടെ കൂടിയിരുന്ന് ചില പടങ്ങളുണ്ടല്ലോ നമുക്ക് ഇപ്പം അവരും കൂടെ ഉള്ളപ്പോ കാണാം എന്നൊക്കെ വെക്കുന്നത്, അങ്ങനത്തെ ഒരു മൂവി ആയിട്ട് എനിക്ക് ഓർമ്മചിത്രം തോന്നിയിട്ടുള്ളത്. ഒരുപാട് സിനിമയിൽ അഭിനയിച്ചല്ലോ. ഇപ്പൊ സിനിമയിൽ അവസരം തിരഞ്ഞെടുക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? അങ്ങനത്തെ ഒരു അവസരം തേടൽ ഒരിക്കലും ഒരു എന്താ, അതിനൊരു എൻഡില്ല. എപ്പോഴും ഒരു നെക്സ്റ്റ് മൂവി എന്ന് പറയുന്നത് എല്ലാവർക്കും പുതിയൊരു അവസരം തേടൽ തന്നെയാണ്. എപ്പോ വേണമെങ്കിലും ഇതിനൊരു എന്താ പറയാ ഒരു സ്റ്റോപ്പ് ഉണ്ടാവാം.
അപ്പം അത് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് ഏതാ വരുന്നതെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഫോൺ കോൾ ചിലപ്പം ഭയങ്കര നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കോളായിരിക്കും. അപ്പോൾ എല്ലാം ഓരോ എക്സ്പീരിയൻസ്. അപ്പോൾ എന്താ എല്ലാ ദിവസവും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം ഇപ്പൊ ഈ OTT ഒക്കെ വന്നതിന് ശേഷം തിയേറ്റർ വിസിറ്റ്സ് നമ്മളിപ്പോ ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ നോക്കി അത്രയും ഒരു വലിയ സ്ക്രീൻ ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന പടങ്ങൾ അങ്ങനെയാണ് നോക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് ഫാമിലി ആയിട്ട് നമുക്ക് തിയേറ്ററിൽ ഇപ്പം ഈ ഒരു സമയത്ത് പോയി കാണാൻ പറ്റിയൊരു മൂവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ തിയേറ്ററിൽ പോയി കാണണം. പിന്നെ എന്താ കണ്ടിട്ട് അഭിപ്രായം നല്ലതായാലും ചീത്തയായാലും എന്താ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യണം. Thank you so much. Thank you.